പറവൂർ ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിൽ നിന്നാണ് രേഷ്മ ചേരുന്നത്. രേഷ്മ, തിരുവനന്തപുരത്തേക്ക് നമ്മൾ പോയി, ഒപ്പം തന്നെ പനച്ചിക്കാട്ടെ കാഴ്ചകൾ കണ്ടു. എന്താണ് അവിടെ പറവൂർ മൂകാംബിക ക്ഷേത്രത്തിലെ, പറവൂർ ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ? ഞാനിപ്പോൾ നിൽക്കുന്നത് വടക്കൻ പറവൂരിലെ ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിലാണ്. അതിപുരാതനമായിട്ടുള്ള ഒരു മഹാക്ഷേത്രം. മൂകാംബിക ദേവി ഇവിടെ സരസ്വതി ഭാവത്തിൽ കുടികൊള്ളുന്നു എന്നുള്ളതാണ് വിശ്വാസം. താമരക്കുളത്തിന് നടുവിലായിട്ട് ശ്രീകോവിൽ, അവിടെ ദേവി സരസ്വതി ഭാവത്തിൽ കുടികൊള്ളുന്ന മഹാക്ഷേത്രം. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ അതേ മാതൃകയിലുള്ള ഏക കേരളത്തിലെ ക്ഷേത്രമാണ് ഈ ദക്ഷിണ മൂകാംബിക ക്ഷേത്രം എന്നറിയപ്പെടുന്ന വടക്കൻ പറവൂരിലെ ക്ഷേത്രം. നിരവധി ഭക്തജനങ്ങൾ ദിവസവും ഇവിടേക്ക് എത്തിച്ചേരാറുണ്ട്. മഹാനവമി ദിനമായിട്ടുള്ള ഇന്നും നൂറുകണക്കിന് ഭക്തർ പുലർച്ചെ തന്നെ ഇവിടേക്ക് എത്തുന്നുണ്ട്. കൊല്ലൂരിൽ പുലർച്ചെ 5 മണിക്ക് നട തുറക്കുന്ന അതേ സമയത്ത് തന്നെയാണ് വടക്കൻ പറവൂരിലെ ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിലും നട തുറന്ന് നിർമ്മാല്യ ദർശനം ഉണ്ടാകുക. നിത്യവും 5 തവണ പൂജകളുണ്ട്. 3 ശീവേലികൾ, ഉഷശീവേലി, ഉച്ചശീവേലി, അത്താഴ ശീവേലി. നാളത്തെ ദിവസമാണ് ഏറ്റവും പ്രധാനം. അതായത് വിദ്യാരംഭ ദിനമായിട്ടുള്ള വിജയദശമി ദിനത്തിൽ അത്യധികം ആചാരങ്ങളോടുകൂടി പ്രത്യേക പൂജ ഈ വടക്കൻ പറവൂർ മൂകാംബിക ക്ഷേത്രത്തിൽ കുരുന്നുകൾ ആദ്യ അക്ഷരം കുറിക്കുക, ഹരിശ്രീ കുറിക്കുക ആണ് നിലവിൽ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലാണ് ഈ ക്ഷേത്രമുള്ളത്. 2000-ഓളം കുരുന്നുകൾ നിലവിൽ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നാളെ പുലർച്ചെ 5 മണിക്ക് പൂജയെടുപ്പ് മേൽശാന്തിയുടെ കാർമ്മികത്വത്തിൽ നടക്കും. അതിനുശേഷം വിദ്യാരംഭ ചടങ്ങുകൾ പ്രത്യേക പൂജകളോടെ നടക്കുകയും ചെയ്യും. സരസ്വതി ഭാവത്തിൽ കുടികൊള്ളുന്ന ദേവിയെ, ആ സരസ്വതി ചൈതന്യത്തെ നേരെ നാലമ്പലത്തിലേക്ക് എഴുന്നള്ളിക്കും. അതിനുശേഷമാണ് പ്രത്യേക പൂജകളോടുകൂടി വിദ്യാരംഭ ചടങ്ങുകൾ നടക്കുക. ഇപ്പോൾ നമുക്ക് കാണുന്ന പോലെ തന്നെ ഈ രാവിലെ പുലർച്ചെയുള്ള ഈ ഒരു ശീവേലി കാണാനായിട്ടൊക്കെ തന്നെ ഇവിടെ നിരവധി ഭക്തരാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. പ്രത്യേക പൂജാ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. അത്യധികം ഭക്തർ ഭക്തിയോടുകൂടി ഇവിടെ എത്തിച്ചേരുന്നതിനുള്ള ഒരു വിശ്വാസം എന്ന് പറയുന്നത്, ഇവിടെ വന്ന് മൂകാംബിക ദേവിയെ കണ്ട്, ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിൽ വന്ന് ദേവിയുടെ ചൈതന്യം കണ്ട് തൊഴുതു കഴിഞ്ഞാൽ വിദ്യാദേവതയായിട്ടുള്ള സരസ്വതി കടാക്ഷിക്കുമെന്നുള്ളതാണ് വിശ്വാസം, സങ്കല്പം. അതുകൊണ്ട് തന്നെ നിരവധി പേർ ഇവിടെ കുഞ്ഞുങ്ങളെ, സ്വന്തം കുരുന്നുകളെ ഇവിടെ എത്തിച്ച് വിദ്യാരംഭ ചടങ്ങുകൾക്ക് അവർ ഇവിടെ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം അത്യധികം പ്രധാനമാണ്. ഇവിടെ നിരവധി പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ് നാളത്തെ ഹരിശ്രീ കുറിക്കുന്നതിന് വേണ്ടിയിട്ട്, കുഞ്ഞുങ്ങളുടെ എഴുത്തിനിരുത്തുന്നതിന് വേണ്ടിയിട്ട് എത്തിച്ചേരാറുള്ളത്. പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ തന്നെയാണ് കുരുന്നുകളെ എഴുത്തിനിരുത്തുന്നത്. എന്തായാലും ചടങ്ങുകൾ പുരോഗമിക്കുന്നതിനൊപ്പം തന്നെ എല്ലാ മുന്നൊരുക്കങ്ങളും നടക്കുന്നുണ്ട്. 4 പ്രധാന റോഡുകളും കാൽനട യാത്രക്കാർക്ക് മാത്രമേ നാളത്തെ ദിവസം തുറന്നു കൊടുക്കുകയുള്ളൂ. കാരണം അത്രയധികം ആളുകളാണ് നാളെ പുലർച്ചെ 5 മണി മുതൽ ഇവിടേക്ക് ഒഴുകിയെത്തുക. വിദ്യാരംഭ ചടങ്ങുകൾക്ക് വേണ്ടിയിട്ട് മാത്രം ഇവിടെ ദിവസങ്ങൾക്ക് മുന്നേ ഭക്തർ എത്തിച്ചേരാറുണ്ട്. എന്തായാലും നവരാത്രി ദിന ആഘോഷങ്ങളുടെ ഭാഗമാണ് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ മകരമാസത്തിലെ ആറാട്ടുത്സവം അത്ര കണ്ട് പ്രധാനവുമാണ്. അതോടൊപ്പം തന്നെ നാളത്തെ ദിവസം അതിനുവേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഇവിടെ മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാ സരസ്വതി പ്രത്യേക മണ്ഡപത്തിൽ, അതായത് സരസ്വതി മണ്ഡപത്തിലാണ് ഈ കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിക്കാനായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുള്ളത്. ഹരിശ്രീ കുറിക്കുക അവിടെയാണ്. പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ കുഞ്ഞുങ്ങളെ എഴുത്തിനിരുത്തും. മഹാനവമിയാണ്. വടക്കൻ പറവൂർ മൂകാംബിക ക്ഷേത്രത്തിലെ കാഴ്ചകളാണ് പ്രേക്ഷകർ കണ്ടത്. രേഷ്മ ബാബുവാണ് നമുക്ക് അവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്.